ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല കേട്ടോ, അപ്പോൾ ഉച്ചയാവാറായി. പിന്നെ ക്രിസ്മസ് ആയിട്ട് എല്ലാവർക്കും എന്താണ് പരിപാടിയും? ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? നമുക്ക് ക്രിസ്മസ് ആയിട്ട് വലിയ ആഘോഷവും കാര്യങ്ങളൊന്നുമില്ല. വലിയതെന്നല്ല, ആഘോഷവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മളിതൊന്നും ആഘോഷിക്കാറില്ല. ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് വെച്ചു. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാട്ടോ. എൻ്റെ വീട് ഇവിടെ പുനലൂർ തന്നെ പ്ലാച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ എൻ്റെ വീട്. ഞാൻ അവിടെയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ. നിങ്ങളൊക്കെ എന്താ വീഡിയോ കാണുന്നവരൊക്കെ എന്താ പിന്നെ ഇതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാൽ നമുക്കത് വളരെ ഉപകാരമാകും. പ്ലീസ്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണ്ടേ മുന്നോട്ട് പോകാൻ. കാരണം നമ്മൾ എല്ലാവരെയും പോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളോടൊക്കെ തുടങ്ങിയതാട്ടോ. അങ്ങനെ ചുമ്മാ പെട്ടെന്ന് കുറേ നാൾ കൊണ്ട് ഇങ്ങനെ വിചാരിച്ച് തുടങ്ങണം. പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് നമ്മളിങ്ങനെ പോട്ടെ, വേണ്ട, അറിയത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ നമ്മൾ ഓർത്തു എന്തായാലും തുടങ്ങിയേക്കാം. എല്ലാവരും ചെറിയൊരു വരുമാനം എന്ന രീതിയിലാണല്ലോ എല്ലാവരും തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഞാനും അങ്ങനെ വിചാരിച്ച് തന്നെ തുടങ്ങിയത്. കാരണം ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല കേട്ടോ. ചെറിയ ചെറിയ നമ്മുടെ ആഗ്രഹം എന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല, ആവശ്യങ്ങൾ, അതാണ്. പിന്നെ അതിനുവേണ്ടിയൊക്കെയാണ് തുടങ്ങിയത്. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 5 മാസമായെന്ന് തോന്നുന്നു. എല്ലാവരും പറയും ഷോർട്സ് ഇട്ടാൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടും എന്നൊക്കെ. പക്ഷേ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ടൊക്കെയാണ് ഇടുന്നത്. പക്ഷേ എന്നിട്ടും 400 സംതിങ്ങേ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് വളരെ ഉപകാരമാവും. കാരണം പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഉള്ളവരൊക്കെ ആയതുകൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അതുപോലെ വലിയ സെലിബ്രിറ്റികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവർ ഇതായി മാറും അല്ലേ. അവരുടെയൊക്കെ ചാനൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്നല്ല സബ്സ്ക്രൈബ് ചെയ്യുകയും പെട്ടെന്ന് അവരങ്ങ് എന്തായാലും പറയുക ഫേമസായി മാറും. നമ്മളൊന്നും എല്ലാവരുടെ മുമ്പിൽ വലിയ ഫേമസ് ആവണമെന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ചെറിയൊരു അത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, മറ്റേ നമ്മളൊക്കെ ഇനി ചെയ്യുന്ന വീഡിയോസൊക്കെ ആർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും അത് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാത്തത്, അറിയാൻ വയ്യ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് കാരണം ഈ വീഡിയോ ഒക്കെ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇടുമ്പോഴേ ഈ വീഡിയോ ഇടുമ്പോൾ ഫുൾ കാണാതെ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങൾ അതിൽ നിന്ന് അങ്ങ് പോയി കഴിയുമ്പോഴത്തേന് അത് നമുക്ക് അത് ഒരു ബാഡ് ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ യൂട്യൂബ് നമ്മുടെ വീഡിയോ കൊള്ളത്തില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ പോയെന്ന് യൂട്യൂബിനൊരു വരുന്നത് കൊണ്ട് പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അതുകൊണ്ടൊരു പ്രയോജനമുള്ളൂ കേട്ടോ. നിങ്ങളങ്ങനെ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങൾ ഇതായി പോകുമ്പോഴത്തേന് നമുക്ക് പിന്നെ ഒരു ഇതില്ലായി മാറും. നമ്മളെ യൂട്യൂബ് നമ്മളെ അങ്ങ് ഇതാക്കുകയാണ്. യൂട്യൂബ് നമ്മളെ മുന്നോട്ട് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന വീഡിയോസൊക്കെ ഒന്ന് കുറച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോങ് വീഡിയോസൊന്നും ഇടാറില്ല. കുറച്ച് ഇതാണ് ഇടുന്നത്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടൊന്ന് സഹായിക്കണം, സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. കാരണം നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസൊന്നും ചിലപ്പോൾ അറിയത്തില്ല, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. കാരണം എല്ലാവരും നല്ല നല്ല വീഡിയോസുകൾ ഓരോ യാത്രകളൊക്കെ പോകുന്ന വീഡിയോസൊക്കെ ആയിരിക്കുമല്ലോ. നമ്മളങ്ങനെ യാത്രകളൊന്നും പോകുന്നില്ല. നമുക്ക് അതിനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ യാത്രകളും കാര്യങ്ങളും ഒന്നും പോകുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ വീട്ടിലെന്തെങ്കിലും റെസിപ്പീസുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പം എന്താ പറയുക, അപ്പം നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊക്കെ അപേക്ഷിക്കുകയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയും ആയിട്ട് ചിലവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് 1 മാസം കൊണ്ട് തന്നെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടി 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷെ ഞാൻ ഇത്രയായിട്ടും സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ട് കൂടുന്നില്ല. അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാം കേട്ടോ. ഓക്കെ, ബൈ.